അദ്ദേഹം എഴുതി വെച്ച കത്തിൻ്റെ പൂർണ്ണരൂപം മാതൃഭൂമി പുറത്തുവിടുമോ? അദ്ദേഹത്തിൻ്റെ മരണകാരണത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയ കത്തിൻ്റെ അടർത്തി മാറ്റിയെടുത്ത ഒരു ഭാഗമല്ല അതിൻ്റെ പൂർണ്ണരൂപം മാതൃഭൂമിയുടെ കൈവശം ഉണ്ടോ? മാതൃഭൂമി പുറത്തുവിടുമോ? എന്റെ കയ്യിലുള്ളത് പൂർണ്ണരൂപമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ മുഴുവനായി ഒരു മിനിറ്റ് അങ്ങനോട് ചോദിച്ചല്ലേ. അതിന്റെ പൂർണ്ണരൂപം ഞങ്ങൾ കൃത്യമായ വാർത്തയിലൂടെ നൽകുകയും ചെയ്തു. മറച്ചു വെച്ചു എന്ന് അങ്ങേക്ക് ആരോപണമുണ്ടെങ്കിൽ ആ ഭാഗം അങ്ങേക്ക് പുറത്തുവിടാം. അല്ല, അത് മാതൃഭൂമിക്ക് കിട്ടാഞ്ഞിട്ടാണോ? കാരണം മറ്റു പല മാധ്യമങ്ങളിലും ഓൺലൈനായിട്ടും അല്ലാതെയും അത് ഇപ്പോഴും ഓൺലൈനിൽ കിടപ്പുണ്ട്. അത് ഏതായാലും സമയം കിട്ടുമ്പോൾ ന്യൂസ് എഡിറ്ററോടൊന്ന് അതൊന്ന് ലഭ്യമാകുമോ എന്ന് നോക്കാൻ പറയൂ. ഞാൻ എന്നിട്ട് സംസാരിക്കും. ഇതൊക്കെ വളരെ ബാലിശമായ കാര്യമാണ്. എന്റെ കയ്യിൽ പൂർണ്ണരൂപമില്ല എന്നൊരു തീരുമാനം അങ്ങ് കൈക്കൊള്ളുക. അല്ലല്ല, ഞങ്ങളത് പൂർണ്ണമായി കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുക അതൊരു പ്രയാസമല്ല, അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യലാണ്. ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന് തുറന്നങ്ങ് പ്രഖ്യാപിക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രമാണ്. നിങ്ങൾക്ക് മാത്രമാണെന്ന് അറിവ്. ശരി, സമ്മതിച്ചു, പറയൂ. മാധു എന്തിനാ ഇങ്ങനെ സെന്റിമെന്റായിട്ട് എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചർച്ചയിൽ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അതിന് മാധുവിന് വിയോജിക്കാം, അതല്ലാതെ ലക്ഷ്യമല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഒരാളുടെ ഒരു സഹജീവിയുടെ ആത്മഹത്യ, ഏതൊരു മരണവും വളരെ വേദനാജനകമാണ്. അതനുഭവിക്കുന്ന കുടുംബത്തെ കുത്തിനോവിക്കാൻ ഈ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് മാധു. ഞാൻ ചോദിക്കുന്നത് മാധുവിനോട്, ഈ കാര്യത്തിൽ BJPയുടെ തെറ്റെന്താണ് മാധു? ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയായിരുന്നു പെരുമാറേണ്ടത് എന്നാണ് മാധുവിൻ്റെ അഭിപ്രായം? എന്ത് തെറ്റാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഈ പാർട്ടിക്കകത്ത് മാധു ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുണ്ട്. അവരെല്ലാവരും ധനം, അവരുടെ സമയം, അവരുടെ അധ്വാനം, അവരുടെ സാമ്പത്തികാവസ്ഥ, അവരുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അടക്കം അതിജീവിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ ഈ രാജ്യത്ത് ഒരധികാരവും ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങളൊന്നും ഈ പാർട്ടിക്കകത്തേക്ക് മാധു വന്നത് ഏതെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല. അവഗണനയും പുച്ഛവും പരിഹാസവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും തൊഴിൽ നിഷേധിക്കലും അടക്കം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചത്. അത്തരം പ്രവർത്തിക്കുമ്പോൾ പോലും നാളെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലെത്തും, തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ അവസരം കിട്ടും എന്നൊക്കെയുള്ള അനുഭവങ്ങളായിരുന്നില്ല. അവിടെയും പലപ്പോഴും വ്യക്തിപരമായ നിരാശകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഫലമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇന്നെത്തിയ അവസ്ഥ. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്ത് തെറ്റാണ് ഇക്കാര്യത്തിൽ BJP അനുവർത്തിച്ചത് എന്നൊന്ന് തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ തെറ്റ് സമ്മതിക്കാം. ശരി, ഓക്കെ. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമാനമായ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് ഒരുപക്ഷെ ഭാഗ്യം കൂടി ഉണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു നല്ല പദവിയിലൊക്കെ എത്തുന്നത്. അത് ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്നവരെല്ലാവരും എല്ലാ പാർട്ടിയിലും എല്ലാ പ്രസ്ഥാനത്തിലും എല്ലാ സ്ഥാപനങ്ങളിലും പോലും ഉണ്ടാകും. അതൊക്കെ മനുഷ്യത്വപരമായ മാനുഷികമായ സവിശേഷതകളാണ്. അങ്ങ് ചോദിക്കുന്നു എന്താണ് കുറ്റം എന്ന്. ഇദ്ദേഹത്തിൻ്റെ എനിക്ക് ലഭ്യമായ ഈ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്, സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം ബാറിലെ BJP ഏരിയ പ്രസിഡന്റായിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ ഇവർ ഈ പാർട്ടി അറിയിച്ചിരുന്നു. അതിനുശേഷം ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSന്റെ നഗർ കാര്യവാഹ് രാജേഷ് എന്നിവർ ഉൾപ്പെടെ ഒരു മണ്ണ് മാഫിയാണ് ഞാനിങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരാൾ വേണം. അതിനു വേണ്ടിയിട്ടാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ അനി BJP സ്ഥാനാർത്ഥിയാക്കിയത്. അതിനുശേഷം അദ്ദേഹം RSSൽ ഉണ്ടായിരുന്ന ഒരു കാലത്തിന് മുഴുവനും അദ്ദേഹം വഹിച്ച ചുമതലകൾ, കോളേജിൽ, അതിനുശേഷം RSSന്റെ പ്രചാരകനായി കോഴിക്കോട് ജീവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നോക്കൂ, നിങ്ങളുടെ സ്ഥാനാർത്ഥി, അതായത് നിങ്ങൾ ഇപ്പോൾ തൃക്കണ്ണാപുരത്ത് തീരുമാനിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി മണ്ണു മാഫിയക്കാരനാണ് എന്നുവരെ പറയുകയാണ്. അദ്ദേഹം എന്തുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ ഉള്ള തീരുമാനം എടുത്തു എന്നുള്ളത് മാത്രമല്ല, അത് അങ്ങനെ അദ്ദേഹം തഴയപ്പെട്ടതിന് കാരണം നിങ്ങളുടെ ഈ താല്പര്യമാണ് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ അവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു മാഫിയ പ്രവർത്തകനാണ് എന്നതുകൂടി പറഞ്ഞു പോവുകയാണ്. എവിടെയാണ്? ഒരു ആത്മഹത്യാക്കുറിപ്പിലാണ്. മാധു, താങ്കൾ ഈ വായിച്ചത് ഒരിടത്തും അദ്ദേഹം BJPയുടെ പ്രവർത്തകൻ എന്ന് താങ്കൾ വായിച്ചിട്ടില്ല. അദ്ദേഹം സംഘത്തിന്റെ പ്രചാരകനായി എൻ്റെ വീടിന് ഞാൻ ഉൾപ്പെടുന്നതിന് തൊട്ടടുത്തുള്ള കുന്നമംഗലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും
അദ്ദേഹം മറ്റ് നിരവധി ചുമതലകൾ വഹിച്ചു എന്നും പറയുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരള സംസ്ഥാനം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പുകൾ സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു പ്രോസസ്സ് നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പ്രോസസ്സിൽ ഒരാളുടെ പേരുകൾ മാത്രമായിട്ടല്ല BJP ശേഖരിച്ചിട്ടുള്ളത്. അതിന് എണ്ണമൊക്കെ വെളിപ്പെടുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ തരത്തിൽ ഏതെങ്കിലും ഒരു നാമധേയം അദ്ദേഹത്തിൻ്റെതായി വന്നതായിട്ട് തിരുവനന്തപുരത്തെയോ കേരള സംസ്ഥാനത്തിൻ്റെയോ സംഘടനാ നേതാക്കന്മാരുടെ മുമ്പിൽ എത്തിയിട്ടില്ല. 5 പേരടങ്ങിയ ലിസ്റ്റുകൾ അത് പിന്നീട് 3 ആക്കി ചുരുക്കാൻ മണ്ഡലങ്ങളിൽ, അതിനുശേഷം ഏതൊരു പാർട്ടിക്കും സ്വന്തം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന്റെ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡ പ്രകാരം അദ്ദേഹം സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ നിരാശയോ അല്ലെങ്കിൽ മറ്റൊന്നുണ്ടാകും. ഒരു പാർട്ടിയെ ബാധിക്കുന്ന കാര്യമേ അല്ല. പക്ഷെ അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കാൻ തീരുമാനിച്ചത് മുതലുള്ള സമ്മർദ്ദത്തെ പറ്റി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ആത്മഹത്യ എന്നുള്ളതാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതായിരുന്നു എന്ന ആത്മഹത്യാക്കുറിപ്പുണ്ട്. അങ്ങ് എനിക്ക് അയച്ച മറ്റൊരു ഓൺലൈൻ്റെ ഭാഗമായി അങ്ങേക്ക് താല്പര്യമുള്ള ആ ശകലം ഞാൻ വായിച്ചു. അതെന്റെ പക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഭാഗികമായുള്ളതല്ല. അങ്ങനെ അമിത ആത്മവിശ്വാസം ബഹുമാനപൂർവ്വം പറയുന്നു. ബാക്കിയൂടെ ഞാൻ അയക്കുന്നുണ്ട് മാധു, ബാക്കിയും കൂടെ ഞാൻ അയക്കുന്നുണ്ട്. എങ്ങനെയാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്? അല്ല, മറ്റേതോ ഒരു മാധ്യമ സ്ഥാപനം ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിനപ്പുറത്തേക്ക് എന്റെ കയ്യിൽ ആധികാരികമായ വിവരമോ കുറിപ്പോ ഇല്ല എന്ന് അങ്ങ് എങ്ങനെയാണ് അങ്ങനെ ആത്മവിശ്വാസപ്പെടുന്നത്? എങ്ങനെയാണ് അങ്ങ് ഇത്ര വില കുറച്ചാണ് അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയെ കാണുന്നത്? മാധു, അങ്ങനെ അല്ല ഞാൻ താങ്കളോട് പറയുന്നത്. ഇതിൻ്റെ പൂർണ്ണരൂപം ലഭ്യമാകുമല്ലോ പോലീസിന്. മാധുവും ഞാനുമല്ലല്ലോ വിധി പറയേണ്ടത്. കേരളത്തിലെ പോലീസല്ലേ. ആ പോലീസിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത പാർട്ടിയല്ലേ ഞങ്ങളുടേത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പോലീസിൻ്റെ ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അവിടെ അത് അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ മാധുവോട് ചോദിച്ചത്. കഴിയുമില്ലല്ലോ, അതൊരു ഔദാര്യം എന്ന നിലയ്ക്ക് കാണേണ്ടതില്ല എന്ന് തോന്നുന്നു. അല്ല, ഒരു ഔദാര്യമില്ല. അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതൊക്കെ എതിർക്കുന്നവരും രാഷ്ട്രീയമായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുന്നവരും അത് തള്ളിക്കളയുന്നവരൊക്കെ ഇല്ലേ മാധു നമ്മുടെ കൊച്ചു കേരളത്തിൽ? മാധു കേരളത്തിൽ ആദ്യത്തെ ചർച്ചയ്ക്കൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. അന്വേഷണത്തിൽ BJP അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPയുടെ മാനദണ്ഡങ്ങൾ ഈ ഞാൻ ഉന്നയിക്കാത്ത കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ചു എന്ന നിലയ്ക്ക് പരിഗണിച്ചതിന് മറുപടി പറയാൻ ഞാൻ ചോദിച്ച കാര്യത്തിലേക്ക് അങ്ങേക്ക് വരാൻ കഴിയില്ല. ഞാൻ തുടർച്ചയായി ചോദിക്കുന്നത്, അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. BJP-കാരനാണെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെന്നുള്ളത്. അദ്ദേഹത്തിന്റെ മരണം നടന്ന അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടു മുന്നിൽ BJPയുടെ തൃക്കണ്ണാപുരം കമ്മിറ്റിയുടെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങളുടെ പാർട്ടി തന്നെ തള്ളി പറഞ്ഞ BJP പ്രവർത്തകനല്ല എന്ന് പറഞ്ഞ BJP നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് മരിച്ചുപോയ ഒരാളുടെ വീടിന് മുന്നിൽ എന്തിനാണ് BJPയുടെ ഒരു കമ്മിറ്റി ഫ്ലെക്സ് ബോർഡ് വെക്കുന്നത്? അല്ല, അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, മാതൃഭൂമിയോട് ചോദിച്ചിട്ടാണോ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ അനുവാദം കിട്ടുക? പാർട്ടിയോട് ചോദിച്ചായിരുന്നു. അതിപ്പോ എല്ലായിടത്തും ഒരു പരമാവധി ആളുകൾ എത്തുന്ന സ്ഥലത്ത് മാധു ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടില്ല. ഞാൻ ഉത്തരം പറയുമ്പോൾ മാധുവിൽ നിന്നും തിരിച്ച് ഞാനത് പ്രതീക്ഷിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ എന്നിട്ട് പറഞ്ഞോളാം. ഞാൻ ഇപ്പോഴും മാധുവോട് ചോദിക്കുന്നത്, BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ രീതിയിൽ നിന്നും വിഭിന്നമായി അദ്ദേഹത്തിന് അനീതി കണ്ടെത്തിയെന്ന അഭിപ്രായമുണ്ടോ? ഈ രീതിയേക്കാൾ മികച്ചൊരു രീതി ഉണ്ട് എന്ന് മാധുവിന് BJP ഉപദേശിക്കാനുണ്ടോ? ഈ അന്വേഷണത്തെ BJP എവിടെയെങ്കിലും തടസ്സപ്പെടുത്താൻ പോയോ? ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഏതെങ്കിലും BJPയുടെ നേതാവ് ഇന്നത്തെ പത്രപ്രസ്താവന ഉൾപ്പെടെ ഞങ്ങൾ അനുശോചിക്കാതെയും അതിനോട് ഐക്യപ്പെടാതെയും ഇരുന്നിട്ടുണ്ടോ? കേരളത്തിൽ സമാനമായ നിരവധി സംഭവങ്ങളുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഇതുമായി താരതമ്യപ്പെടുത്തുന്നില്ല മാധു. ഇതിൽ BJPയുടെ തെറ്റുകുറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ BJPയുടെ നേതാക്കന്മാരെ മാതൃകാപരമായി ശിക്ഷിക്കട്ടെ. ഞങ്ങൾക്കതിൽ ഒരു എതിർപ്പുമില്ലെന്നേ. അങ്ങ് മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങ് എന്നോട് ചോദിക്കുകയാണ്, BJPയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഞാൻ ഉന്നയിക്കാത്ത കാര്യമാണ്. BJPയുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ഇതിലും മികച്ച എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അത് ഉപദേശിക്കാൻ ഞാൻ ആളല്ല, എൻ്റെ കാര്യവുമില്ല, എനിക്കൊട്ട് താല്പര്യവുമില്ല. മൂന്നാമത്തെ കാര്യം,
ഈ കുടുംബത്തോട് ഐക്യപ്പെട്ടില്ലേ, അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇക്കാലം അത്രയും പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്ന് തള്ളി പറഞ്ഞിട്ടുള്ള ഐക്യപ്പെടൽ നല്ല രസമുണ്ട് കാണാനും കേൾക്കാനും ഒക്കെ എന്നുള്ളതാണ്. നിങ്ങളുടെ നേതാക്കളുടെ ഈ വാർഡിൽ അവിടുത്തെ തീരുമാനമെടുക്കാൻ കഴിയുന്ന നേതാക്കളുടെ പേര് എണ്ണി പറഞ്ഞുകൊണ്ട് സംസാരിക്കില്ല എന്നൊക്കെയാണ് അങ്ങ് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങ് പറയുന്നത് വരെയും ഞാൻ കാത്തിരുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന ആളുകളുടെ പേര് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനുശേഷമുള്ള സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ രണ്ടു കാര്യങ്ങൾക്കപ്പുറത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അവിടെ മണ്ണ് മാഫിയക്കാരനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ നേതാക്കൾ അദ്ദേഹത്തിന് യാതൊരു പരിചയവുമില്ല, അദ്ദേഹം BJP-കാരനല്ല എന്നടക്കം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ മാതൃഭൂമിയോട് ചോദിച്ചിട്ടാണോ ഫ്ലെക്സ് ബോർഡ് വെച്ചതെന്ന്? സ്വാഭാവികമായും BJP-യുടെ അവിടുത്തെ ഒരു പ്രാദേശിക കമ്മിറ്റി ഫ്ലെക്സ് ബോർഡ് വെക്കണമെങ്കിൽ ഒരു പാർട്ടി വിരുദ്ധനെ, പാർട്ടി നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ ഞാനൊരു RSS-കാരനായിരുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ച ഒരാൾക്ക് അനുഭാവം അർപ്പിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കണമെങ്കിൽ മാതൃഭൂമിയോട് ചോദിക്കണ്ട, മിനിമം പാർട്ടിയോട് ചോദിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അല്ല, ഒരേ സമയത്ത് മാധു പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് ഐക്യപ്പെടുന്നില്ല എന്ന്. നോക്കൂ, അദ്ദേഹം സംഘത്തിൻ്റെ ചുമതല വഹിച്ച വിവിധ കാര്യങ്ങളിൽ ചുമതല വഹിച്ച ആളാണ്. അതിൽ BJP നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം ഇടയ്ക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി അദ്ദേഹം മറ്റു പല സമീപനങ്ങളും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ വിരോധമില്ല. പിന്നെ മണ്ണ് മാഫിയക്കാരനാണോ രാജ്യദ്രോഹിയാണോ എന്നൊക്കെ നമ്മ രാജ്യത്ത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇനി ആരുടെയെങ്കിലും കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം രാജ്യത്തെ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പോകുന്നതിന് ഞങ്ങൾക്കൊരു വിദ്വേഷവും വിഷമവും ഇല്ല മാധു. ഇതല്ലാതെ അത് കേവലം രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് അദ്ദേഹം മണ്ണ് മാഫിയക്കാരനാണോ? രാഷ്ട്രീയകാളികളല്ല ആരോപണം ഉന്നയിച്ചത്. അങ്ങ് എന്നോടാണ് ചോദിച്ചത്. അങ്ങ് നേരത്തെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന്. ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണമാണെന്ന്. അല്ല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇന്നലെ വരെ നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിരുന്ന ഒരാളാണ്, ഇന്നലെ വരെ RSS-ന്റെ ഭാഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹം നിറവേറ്റിയ എല്ലാ ചുമതലകളും ഈ ആത്മഹത്യാക്കുറിപ്പിൽ എണ്ണി പറയുന്നുണ്ട്. ഞങ്ങളല്ല ഉന്നയിച്ചത്, മാധ്യമങ്ങളല്ല ഉന്നയിച്ചത്, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചതല്ല. ഈ കാര്യങ്ങൾ ഐക്യപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് മാഷ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഐക്യപ്പെടുകയും അതേസമയം തള്ളിപ്പറയുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ കൊണ്ടുപോയി ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു, അതേ സമയത്ത് അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയാന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യുക, മാനസിക വിഭ്രാന്തിയാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ട് കൊടുക്കുക, നന്നായിരിക്കും. അഭിപ്രായം ഞാൻ അവരെ അറിയിക്കാം മാധു. ഏതായാലും ഞാൻ ഒരു കാര്യം വായിലൂടെ പുറത്തു വന്ന ആരോപണങ്ങൾ സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞതിൽ ആരോപണത്തിൽ സത്യസന്ധമാണെങ്കിൽ അത് അന്വേഷിക്കാനല്ലേ അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടക്കുന്നത്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നേ. ശരി, ഓക്കെ. അതല്ല, ഇതൊക്കെ തെറ്റാണ്, കളവാണ് എന്ന് തെളിഞ്ഞാൽ ഒരു ചർച്ച മാതൃഭൂമി സംഘടിപ്പിക്കുമായി ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, എൻ്റെ വായിലൂടെ ഞാനിത് ആവർത്തിച്ചൊക്കെ തെറ്റായിപ്പോയി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ. ശരി. അല്ല, ഈ ഇതിനു മുൻപ് ആത്മഹത്യ ഈ പറയുന്ന സംവിധാനത്തിനുള്ളിൽ തന്നെ നടത്തിയിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവ് MS കുമാർ ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചിരുന്നു. അങ്ങനെ അന്വേഷിക്കാം. അതിനു മുൻപ് RSS കേന്ദ്രവുമായി ബന്ധപ്പെട്ട അനന്തു എന്നൊരു ചെറുപ്പക്കാരന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഒരു മനുഷ്യനും ഒരു ജീവിതത്തിൽ RSS-കാരനായി പോകരുത് എന്നൊരു പരാമർശം അതിലുണ്ടായിരുന്നു. അതിൽ അന്വേഷിക്കാം, കൂട്ടത്തിൽ ഇതും അന്വേഷിക്കാം. എല്ലാം അന്വേഷിക്കും. എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയും ചെയ്യൂ പ്രിയപ്പെട്ട ശ്രീ ജയേന്ദ്ര മാസ്റ്റർ.